എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. മെറ്റയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടറും ഇന്ത്യയുടെ മേധാവിയുമായി ആരെയാണ് നിയമിച്ചത്? ഉത്തരം അരുൺ ശ്രീനിവാസ്. അരുൺ ശ്രീനിവാസിനെയാണ് മെറ്റയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടറും ഇന്ത്യയുടെ മേധാവിയുമായി നിയമിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. 2025 ഇ സ്പോർട്സ് വേൾഡ് കപ്പിന്റെ ആഗോള അംബാസഡറായി ആരെയാണ് നിയമിച്ചത്? ഉത്തരം ക്രിസ്ത്യാനോ റൊണാൾഡോ. ക്രിസ്ത്യാനോ റൊണാൾഡോയെയാണ് 2025 ഇ സ്പോർട്സ് വേൾഡ് കപ്പിന്റെ ആഗോള അംബാസഡറായി നിയമിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. അടുത്തിടെ ഏത് ഏഷ്യൻ രാജ്യമാണ് ബ്രിക്സിൽ പങ്കാളി രാജ്യമായി ചേർന്നത്? ഉത്തരം വിയറ്റ്നാം. വിയറ്റ്നാമാണ് അടുത്തിടെ ബ്രിക്സിൽ പങ്കാളി രാജ്യമായി ചേർന്ന ഏഷ്യൻ രാജ്യം. അടുത്ത ചോദ്യം നോക്കാം. 2025 പ്രൊഫസർ MP മന്മഥൻ മെമ്മോറിയൽ അക്ഷയ ദേശീയ അവാർഡ് ആരാണ് നേടിയത്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണനാണ് 2025 പ്രൊഫസർ MP മന്മഥൻ മെമ്മോറിയൽ അക്ഷയ ദേശീയ അവാർഡ് നേടിയത്. അടുത്ത ചോദ്യം നോക്കാം. ബംഗളൂരുവിലെ ചാണക്യ സർവകലാശാലയുടെ ചാൻസലറായി ആരെയാണ് നിയമിച്ചത്? ഉത്തരം ഡോക്ടർ S സോമനാഥ്. ഡോക്ടർ S സോമനാഥിനെയാണ് ബംഗളൂരുവിലെ ചാണക്യ സർവകലാശാലയുടെ ചാൻസലറായി നിയമിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. 2025-35 കാലഘട്ടത്തെ ജലവൈദ്യുത ദശകമായി ഡിക്കേഡ് ഓഫ് ഹൈഡ്രോ പവർ ആയി പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശാണ് 2025-35 കാലഘട്ടത്തെ ജലവൈദ്യുത ദശകമായി പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. 2025 ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ നേടിയ രാജ്യം ഏതാണ്? ഉത്തരം ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയാണ് 2025 ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ നേടിയത്. അടുത്ത ചോദ്യം നോക്കാം. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആരംഭിച്ച കുട്ടികൾക്കായുള്ള ഇന്റർനെറ്റ് റേഡിയോയുടെ പേരെന്താണ്? ഉത്തരം റേഡിയോ നെല്ലിക്ക. റേഡിയോ നെല്ലിക്ക എന്നാണ് കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആരംഭിച്ച കുട്ടികൾക്കായുള്ള ഇന്റർനെറ്റ് റേഡിയോയുടെ പേര്. അടുത്ത ചോദ്യം നോക്കാം. ലോക്പാലിന്റെ പുതിയ മുദ്രാവാക്യം എന്താണ്? ഉത്തരം എംപവർ സിറ്റിസൺസ് എക്സ്പോസ് കറപ്ഷൻ. എംപവർ സിറ്റിസൺസ് എക്സ്പോസ് കറപ്ഷൻ എന്നാണ് ലോക്പാലിന്റെ പുതിയ മുദ്രാവാക്യം. അടുത്ത ചോദ്യം നോക്കാം. 2024-25 സാമ്പത്തിക വർഷത്തിൽ കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം കർണാടക. കർണാടകയാണ് 2024-25 സാമ്പത്തിക വർഷത്തിൽ കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ആരെയാണ് നിയമിച്ചത്? ഉത്തരം CR പ്രസാദ്. CR പ്രസാദിനെയാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. നോളജ് സിസ്റ്റംസ് ഓഫ് കേരള എന്ന പുസ്തകത്തിന്റെ ആദ്യ കോപ്പി ആരാണ് പ്രകാശനം ചെയ്തത്? ഉത്തരം മന്ത്രി R ബിന്ദു. മന്ത്രി R ബിന്ദു ആണ് നോളജ് സിസ്റ്റംസ് ഓഫ് കേരള എന്ന പുസ്തകത്തിന്റെ ആദ്യ കോപ്പി പ്രകാശനം ചെയ്തത്. അടുത്ത ചോദ്യം നോക്കാം. കൊച്ചിയിൽ വെച്ച് അടുത്തിടെ പുറത്തിറങ്ങിയ അന്തകവള്ളികൾ എന്ന പുതിയ പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം സേതു. സേതു ആണ് കൊച്ചിയിൽ വെച്ച് അടുത്തിടെ പുറത്തിറങ്ങിയ അന്തകവള്ളികൾ എന്ന പുതിയ പുസ്തകം എഴുതിയത്. അടുത്ത ചോദ്യം നോക്കാം. മലയാള ഭാഷയിൽ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം അഖിൽ P ധർമ്മജൻ. അഖിൽ P ധർമ്മജനാണ് മലയാള ഭാഷയിൽ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത്. അടുത്ത ചോദ്യം നോക്കാം. പത്രപ്രവർത്തനത്തിനും സാംസ്കാരിക ചിന്തയ്ക്കും നൽകിയ സമഗ്ര സംഭാവനകൾക്ക് അടുത്തിടെ പത്മഭൂഷൺ ഔദ്യോഗികമായി ലഭിച്ചത് ആർക്കാണ്? ഉത്തരം റാം ബഹദൂർ റായ്. റാം ബഹദൂർ റായിക്കാണ് പത്രപ്രവർത്തനത്തിനും സാംസ്കാരിക ചിന്തയ്ക്കും നൽകിയ സമഗ്ര സംഭാവനകൾക്ക് അടുത്തിടെ പത്മഭൂഷൺ ഔദ്യോഗികമായി ലഭിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. ന്യൂഡൽഹി 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായി ആരെയാണ് നിയമിച്ചത്? ഉത്തരം കങ്കണ റണാവത്ത്. കങ്കണ റണാവത്തിനെയാണ് ന്യൂഡൽഹി 2025 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിച്ചത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.